ഇംഗ്ലീഷുള്ള ഒരു ചെറിയ ചെറിയ കൊട്ടേഷൻസ് വായിച്ചിട്ട് അതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നടത്താം. നമ്മൾ ഇത്തരം സബ്ജക്ട്സിന് മലയാളത്തിൽ അത്രയും ഒരു വളരെ ആപ്റ്റായിട്ടുള്ള ഡെഫിനിഷൻ കാണാത്തതുകൊണ്ടാണ് ഇത് ഇംഗ്ലീഷിലുള്ള കൊട്ടേഷൻസാണ് പറയുന്നത്. ഇതിനെ ഒരു ഡെഫിനിഷൻ പോലെ തന്നെ പറയാം. ആറ്റിറ്റ്യൂഡ് എന്ന് മലയാളത്തിൽ മനോഭാവം എന്ന് പറയും. ആറ്റിറ്റ്യൂഡ് ഈസ് ദ വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. ആറ്റിറ്റ്യൂഡ് ഈസ് ദ വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. ഈ തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ 3 തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പേര്. ഈ 3ആണ് മൂന്ന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിട്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്. തിങ്കിങ് ആണ് ചിന്ത. ഫീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈകാരികമായ പ്രവർത്തനങ്ങൾ. ബിഹേവിങ് എന്ന് പറയുന്നത് പെരുമാറ്റം. ഈ ചിന്തയും ഫീലിംഗും ഒക്കെ വരുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ബിഹേവിയർ വരുന്നത്. അപ്പോൾ ഇത് മൂന്നിനും ഡിപ്പെൻഡ് ചെയ്താണ് ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ഇസ് ദ വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ വേറൊരു ഡെഫിനിഷൻ, ആറ്റിറ്റ്യൂഡ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. മനുഷ്യൻ്റെ വിജയത്തിൻ്റെ അതിൻ്റെ അടിത്തറ ആറ്റിറ്റ്യൂഡ്. ഇതില്ലെങ്കിൽ പിന്നെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് അല്ലെങ്കിൽ ആർക്കും വിജയിക്കാൻ പറ്റില്ല. അങ്ങനെ ചരിത്രമില്ല. അതാണ് വേറെ തലത്തിലുള്ള കാഴ്ചപ്പാട്. ആറ്റിറ്റ്യൂഡ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. ഇത് വേറെ ഇതാണ്, ആറ്റിറ്റ്യൂഡ് ഇസ് ദ മേജർ ഫാക്ടർ വിച്ച് അട്രാക്ട്സ് പീപ്പിൾ ടു യു ഓർ റിപ്പൽസ് അക്കോർഡിംഗ് ടു വെദർ യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ആളുകൾ നിങ്ങളുമായിട്ട് ആളുകൾ ആകർഷിക്കുന്നതും വികർഷിക്കുന്നതും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഇതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതിനകത്ത് എലീന റൂസ്വെൽറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, അമേരിക്കൻ FD റൂസ്വെൽറ്റിൻ്റെ ഭാര്യയാണ് എലീന റൂസ്വെൽറ്റ്. അവർ ഇതിൽ ഒത്തിരി നല്ല കൊട്ടേഷൻസ് നടത്തിയിട്ടുള്ള ആളാണ്. അവർ പറയുന്നത് ആളുകളെ 3 ടൈപ്പായിട്ട് തിരിച്ചു, 3 തരത്തിൽ ഡിവൈഡ് ചെയ്തു. അല്ലാണ്ട് ആ തിങ്കിങ്ങിൻ്റെ ലെവലിനെ അടിസ്ഥാനമാക്കി, കോഗ്നിറ്റീവ് ലെവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഒന്നാമത്തത് ഗ്രേറ്റ് പീപ്പിൾ, ദേ ഡിസ്കസ് ഐഡിയാസ്. ഏറ്റവും ടഫായ കാര്യം ഇതാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണുമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പറയാൻ ഈസിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഐഡിയാസ്, ആശയങ്ങൾ, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ചിന്തിക്കുന്നവരും അതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാണ് ഗ്രേറ്റ് പീപ്പിൾ. അവരാരാണ്? ദേ ബിക്കം ഫിലോസഫേഴ്സ്. അതുപോലെ ഏറ്റവും വലിയൊരു സമൂഹത്തിലെ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഏറ്റവും വലിയ ആദരം കൊടുക്കുന്ന നമ്മൾ ഫിലോസഫേഴ്സിന്. അതിനേക്കാൾ വലിയൊന്നുമില്ല. നമ്മൾ ഡിഗ്രി എടുത്താൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ MPhil അത് PhD. MPhil PhD തന്നെ PhD എന്ന് പറയുന്നത് ഫിലോസഫി അല്ലെങ്കിൽ ഫിലോസഫർ എന്നുള്ള. അപ്പോൾ അതിനേക്കാൾ വലിയ ഒന്ന് ജ്ഞാനത്തിൻ്റെ ഇതിൽ കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഏറ്റവും വലിയ തിങ്കേഴ്സ് നമുക്കറിയാം, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ അങ്ങനെ തുടങ്ങിയവരൊക്കെ, സോക്രട്ടീസ്, ഇവരൊക്കെ ഫിലോസഫേഴ്സ്. അതുകൊണ്ടാണ് അവർ ഇന്നും സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം വരെ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരാണ് ഒന്നാമത്തെ ആളുകൾ. ഇനി രണ്ടാമത്തെ, ആവറേജ് പീപ്പിൾ ഡിസ്കസ് ഈവൻസ്. സാധാരണക്കാർക്ക് പറ്റുന്ന സംഭവങ്ങൾ, നമ്മുടെ കാണുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അല്ല അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നവരാണ് ആവറേജ് പീപ്പിൾ. ദേ ബിക്കം ഹിസ്റ്റോറിയൻസ്. ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, ഡിസ്കവറേഴ്സ്, ആ തരത്തിലുള്ള രണ്ടാമത്. അപ്പോൾ ഐൻസ്റ്റീൻ പോലും ഒരു ഫിലോസഫർ ആകാൻ ആഗ്രഹിച്ചിരുന്നല്ല. അപ്പോൾ ഫിലോസഫിന് ഏറ്റവും അമൂർത്തമായ ഏറ്റവും ഉന്നതമായ ഒരു റീച്ചാണ്. ഇത് രണ്ടാമത്തെ. മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും പൂർ മൈൻഡ്സ് ഡിസ്കസ് ഓഫ് അതർ പീപ്പിൾ. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, പലപ്പോഴും സാധാരണക്കാരായ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള ആളുകളെ പറ്റി സംസാരിച്ചു. ഇത് മൂന്നാമത്തെയാണ്. ഏറ്റവും വലിയ ആളാണ് ഐഡിയാസ്, അത് ഏറ്റവും ടഫാണ്. പിന്നെ ഉള്ളൊരു ഈവൻസ്, ഹിസ്റ്റോറി പറയുന്നതെല്ലാം ഈവൻസാണ്. മൂന്നാമത് വേറെ ഒന്നും പറയാനില്ലാത്തവർ മറ്റുള്ളവരെ പറ്റി പറഞ്ഞു. ഇത് ഏറ്റവും ഒരു ഫ്ലോ ആയിട്ടുള്ള സംഗതിയാണ്. ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാലും നാടൻ ഭാഷയിൽ പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് തൊഴിലിലോ വലിയ കാര്യമായ ജോലിയൊന്നും ഇല്ലാത്തവർ, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അതിന് ഒരുപാട് കാരണങ്ങൾ അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. വൈകുന്നേരം ഇന്നെന്തോ പരിപാടി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി എല്ലാവരും മരിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കടയിലോ മറ്റേലും കാണാതെ എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നിട്ട് 4 കൂട്ടുകാർ നിൽക്കും. അവർ വേറെ ഒന്നും പറയാനില്ല. അവർ നാട്ടിലുള്ള സർവത്ര അവർക്കറിയാവുന്ന അറിയാത്തവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളോ അത് ഇതൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് അവരങ്ങ് പറഞ്ഞ് രസിച്ച് അതിനെ അങ്ങേറ്റം ആസ്വദിച്ച് അവസാനം ഒരു 8-9 മണിയാകുമ്പോൾ വീട്ടിൽ പോകണ്ടല്ലോ, ആഹാരം കഴിച്ച് പുറങ്ങാൻ. ആ നേരത്തിന് 4 പേരും കൂടെ ഒരൊറ്റ പിരിയലാണ്. ഒറ്റ പിരീഡ് എന്ന് പറഞ്ഞാൽ ഓരോ ആളായിട്ട് എണീറ്റ് പോകില്ല. കാരണം ഈ 4 പേരിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി 3 പേര് ഡിസ്കസ് ചെയ്ത് ഇവനെ പറ്റി അതൊക്കെ അറിയാം. അതുകൊണ്ട് അങ്ങനെ ആരാ പോകില്ല. 2 പേര് പോകണമെങ്കിൽ പിന്നെ ഇരിക്കുന്ന 2 പേര് ബാക്കി പോയ 2 പേരെ പറ്റി. അപ്പോൾ ആ തരത്തിൽ ഏറ്റവും ഇതിൽ മൂന്നാമത്തെ തരത്തിലുള്ള ഗ്രഡേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. ഈ തരത്തിലാണ് ആളുകളുടെ പല സാധാരണക്കാരുടെ ചിന്ത. അപ്പോൾ ഇതാണ് ഈ മറ്റുള്ളവരെ പറ്റി പറഞ്ഞാലുള്ള ദൂഷ്യത. പിന്നെ ഇവിടെ
ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്, ആറ്റിറ്റ്യൂഡ് ആളുടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് LIC ഡെവലപ്മെൻറ്റ് ഓഫീസറായ ജോലി കയറ്റപ്പോൾ അന്നേരം ഞങ്ങൾ ഈ ആറ്റിറ്റ്യൂഡൊക്കെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും ഉള്ളതല്ല അതിൽ പറയുന്നെങ്കിലും കുറച്ച് എക്സാംസ് ഒക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലി സെയിൽസ്മാൻ, അപ്പോൾ ഏജൻസിനെ റിക്രൂട്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യുകയാണ് ജോലി എന്ന് പറയാം. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറയുന്നത്, പണ്ട് ആഫ്രിക്കയിൽ അന്ന് അവിടെ ചെരുപ്പൊന്നും ഇല്ലാത്ത കാലത്ത് 2 പേരെ ഈ ചെരുപ്പ് വിൽപ്പനയ്ക്ക് അങ്ങോട്ട് അയച്ചു. അമേരിക്കന്നോ മറ്റോ ആണ്, 2 പേരെ അയച്ചു. അപ്പോൾ 2 പേരും അവിടെ കാര്യങ്ങളൊക്കെ പഠനം നടത്തിയിട്ട് ഈ ചെരുപ്പ് വിൽപ്പന എങ്ങനെ നടത്താം, അവിടെ ചെരുപ്പില്ലാത്ത രാജ്യമാണ്, അതിന് അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ കമ്പനിക്ക് അയക്കാം. ഒരാൾ അയച്ചു, ഇവിടെ ആർക്കും ചെരുപ്പില്ല, ഒറ്റ ആളിന് ചെരുപ്പില്ല. അതുകൊണ്ടാണ് അവർ അയച്ചത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്കോപ്പ് മാക്സിമം ആണ്, പരമാവധി ലക്ഷക്കണക്കിന് ചെരുപ്പിങ്ങോട്ട് അയച്ചേക്കാം, ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും, ഇവിടെ അതിനുള്ള സ്കോപ്പുണ്ട്. ഇതാണ് ഒരാൾ കണ്ടുപിടിച്ച അതിൻ്റെ സൊല്യൂഷൻ. മറ്റേ ആൾ റിപ്പോർട്ട് ചെയ്തു, ഇവിടെ ആർക്കും ചെരുപ്പില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇതുവരെയും ഉപയോഗിക്കാത്ത ഒരു സാധനം ഇനി ആളുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് അയാളുടെ റിപ്പോർട്ട്. അപ്പോൾ ഒരേ സ്ഥാപനത്തിന് പറഞ്ഞ് 2 പേര് ഒരേ സ്ഥലത്ത് പോയിട്ട് ഒരേ സാഹചര്യം പഠിച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ടിങ്ങിനാണ്. ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിൾസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു നെഗറ്റീവായിട്ടുള്ള ആളാണ്, ഒരു വീട്ടിലെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇയാൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും പറയാൻ വന്നാൽ ആരെങ്കിലും പറ്റി പറയാൻ ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഒരു ദിവസം പറയും, വലിയ സന്തോഷമാണ്, ഭയങ്കര വലിയ വലിയ ഹാപ്പി മൂഡാണ്. ഈ അറിഞ്ഞ അപ്പം നമ്മുടെ ഇവർക്ക് തൊട്ടടുത്ത ആളിന് തന്നെ ലോട്ടറിയിൽ വലിയ പ്രൈസ് അടിച്ച്, ബമ്പർ പ്രൈസ് അടിച്ച് ചെയ്യാം. ഓ, അതിനെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര സന്തോഷം? നിങ്ങൾ സാധാരണ അവർക്ക് നല്ല കാര്യം വന്നാൽ ഒരു സന്തോഷം കാണാറില്ലല്ലോ, പിന്നെ എന്താ ഇതിൽ ഇത്ര വലിയ സന്തോഷം കാണിക്കുന്നത്? അതൊന്നുമില്ല, ആ ടിക്കറ്റ് കാണാനില്ല, ടിക്കറ്റ് കാണാനില്ല, അതാണ് ഇയാൾക്ക് സന്തോഷം. അപ്പോൾ ഒരു പോസിറ്റീവ് ആ ഒരു സംഗതിയിലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ടൈപ്പാണ്. ഇപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാം. നമ്മളിപ്പോൾ നമ്മുടെ ജോലി സാധ്യതകൾ നമ്മൾ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും കൂടെ പോകാറുണ്ട്. ഗവൺമെൻറ്റിലാണെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അതിൻ്റേതായ കുറേ കടമ്പകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കറിയാം. അധികവും സർവീസാണ്, പിന്നെ ബാക്കി ക്വാളിഫിക്കേഷൻ, റിപ്പോർട്ട്സ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത് പ്രൊമോഷന് വേണ്ടി പരിഗണിക്കുന്നത്. സർവീസ്, ക്വാളിഫിക്കേഷൻ, പെർഫോമൻസ് ഒക്കെ. പല പ്രൈവറ്റ് വലിയ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളിലും അവരുടെ ആളുടെ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടല്ല അവർ ഈ നല്ല പ്രൊമോഷൻ കൊടുക്കുന്നത്. അവർക്ക് ബാക്കിയുള്ളവരെ ഓർഗനൈസ് ചെയ്ത് അവരെ കൂടെ നല്ല രീതിയിൽ നയിച്ച് കൊണ്ടുപോയി കൊടുക്കുക. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ നമ്മുടെ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ ലൈവ് ഓഫീസിലോ കിട്ടുന്ന പോലെ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ആ തരത്തിലല്ല അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇയാളെ പോസ്റ്റ് ചെയ്ത് ഇയാൾ എങ്ങനെ ഈ സ്ഥാപനത്തിനെ കൊണ്ടുപോകും, അതിനുള്ള ഒരു കോർഡിനേഷനും ആ ലീഡർഷിപ്പ്, ആ ക്വാളിറ്റീസ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്താണ് ഒരു വലിയ പ്രൊമോഷൻ കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഏറ്റവും പെട്ടെന്ന് മുന്നേറി വരുന്നത്. നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആ ഒരു തരത്തിലുള്ള ഒരു വളർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം അതിൽ വരാത്തത്. ഇതിന് നമ്മൾ വരുന്ന EQ എന്ന് പറയുന്നത്, നമ്മൾ പണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന IQ-നാണ്, ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻസിനാണ് ഒരു ജോലി കിട്ടാനൊക്കെ. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എങ്ങനെ പ്രൊമോഷൻ കിട്ടുമെന്നുള്ളത് അത് EQ-നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അതിൻ്റെ അതൊരു ബന്ധപ്പെട്ട സംഗതിയാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്സ് പോസിറ്റീവ് or creative thoughts in the subconscious mind and that will lead to success. ഇതാണ് സംഭവിക്കുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്സ് പോസിറ്റീവ് ഓർ ക്രിയേറ്റീവ് തോട്ട്സ് ഇൻ ദ സബ്കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു സക്സസ്. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉള്ളവരുടെ മനസ്സിൽ ഇപ്പോഴും ആ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അതെങ്കിലും വളർന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അവർ ഇപ്പോൾ സക്സസ്സിലേ എത്തുള്ളൂ. അവർ എന്തെല്ലാം തരണങ്ങൾ ബുദ്ധിമുട്ടുണ്ട് അതിനൊക്കെ തരണം ചെയ്ത് അവർ സക്സസ്സിൽ എത്തും എന്നുള്ളതാണ്. പീപ്പിൾ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫൺ ബ്ലെയിം ദ ഹോൾ വേൾഡ്. മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരെന്ത് ചെയ്യുന്നത്, ദേ ബ്ലെയിം ദ ഹോൾ വേൾഡ്. ഈ ലോകം മൊത്തം അവർക്ക് നെഗറ്റീവായിട്ട് പറയുന്നത്. എക്സാമ്പിൾ, അവരുടെ പാരൻസ് പറയുന്നത് എന്തായിരിക്കും, എനിക്ക് ഈ പാരൻസ് അല്ലാതെ മറ്റേ ഇദ്ദേഹത്തിൻ്റെ അങ്ങേരുടെ മക്കളായിട്ട് ഞാൻ ജനിക്കുന്നത്, ഞാൻ ഇത്ര കേമനായിപ്പോയി. ശരിയല്ല, അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും എനിക്ക് തന്നിട്ടില്ല. അപ്പം എൻ്റെ പരാജയത്തിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, എന്നിലല്ല, എൻ്റെ പാരൻസ് അവരാണ്. അതിൽ പറഞ്ഞ് അവർ സമാധാനിക്കും. അപ്പോൾ പാരൻസിനെ പറയും. പിന്നെ ടീച്ചേഴ്സ് എന്ത് പറയും, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാവി എന്താവില്ല, ഇങ്ങനത്തെ ഒരു ഗതികെട്ട ഒരു താല്പര്യമില്ലാത്ത ഒരു ഗുണമില്ലാത്ത അവിടെ കൊണ്ട് തന്നെ ചേർത്ത് എൻ്റെ ഭാവി നശിപ്പിച്ച് കളയും. അപ്പോൾ ടീച്ചേഴ്സ് അവർക്ക് ശരിയല്ല. പിന്നെ സ്കൂൾ, ഈ സ്കൂൾ തന്നെയല്ലോ എന്നെ പഠിപ്പിച്ചു, ഇത് നല്ലൊരു ബാക്കി മറ്റേ ആ കുട്ടി പഠിക്കുന്നു അതുപോലെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ ഈ സ്കൂൾ ടീച്ചേഴ്സ് അവരൊക്കെ എന്നെ നശിപ്പിച്ചു.
സ്പൗസ്, കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ഇവളെ കൂടെ കൂടിയതോ അല്ലെങ്കിൽ ഇയാളെ കൂടെ കൂടിയതാണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. അവർക്ക് ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അതാണ് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അതിൻ്റെ കാരണങ്ങളെല്ലാം ആരെങ്കിലും തലയിൽ കൊണ്ട് വെച്ചിരിക്കും. സ്പൗസ്, ബോസ്, ജോലി കിട്ടി പോയി, ഇയാൾ ഇങ്ങനത്തെ ഒരുത്ത എൻ്റെ മുകളിൽ എൻ്റെ ഒരു ബോസായിട്ട് വന്നല്ലോ, ഇയാളെ കൂടെ എങ്ങനെ മനുഷ്യന് വർക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ നാശത്തിൻ്റെ കാരണം, അല്ലെ എനിക്കൊരു ഗതി കിട്ടാത്ത ഇയാളെ കാരണമാണ്. പിന്നെ ഉണ്ട് ചിലർ അവർ സ്റ്റാർസ്, എൻ്റെ നക്ഷത്രം ഈ രേവതി അല്ലെങ്കിൽ അവസാനത്തെ നക്ഷത്രം ജനിച്ച് വേറെ ഒന്നുമില്ല, വേറെ ഒരു നല്ല എത്രയോ 27 ഇത് തന്നെ എനിക്ക് വന്നു പെട്ടല്ലോ, എൻ്റെ നാശത്തിൻ്റെ കാരണം ഇതാണ്, വേറെ ഒന്നുമില്ല, എൻ്റെ സ്റ്റാറാണ്, എൻ്റെ ഇതാണ്. പിന്നെ ഫെയ്റ്റ്, എൻ്റെ വിധി എന്നല്ലാതെ എന്ത് പറയാം, എല്ലാവർക്കും ഒരേപോലെ അല്ലേ വിധി എന്ന് പറയുന്നത്. ഭാഗ്യമുള്ളവർക്ക് വിധി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലാത്തവർക്ക് ഞാനിങ്ങനെ ആയതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ ഈ സ്റ്റാർ അല്ലെങ്കിൽ എൻ്റെ വിധിയാണ്. ഇനി ഞാൻ അതിനെ പഠിക്കാനേ കാരണം ഉള്ളൂ, വേറെ നിങ്ങൾ ആരുമല്ല, ഞാനുമല്ല ഇതിൻ്റെ കാരണക്കാരൻ. പിന്നെ അതുകൊണ്ട് ലക്ക്, ചില ആൾ ഭാഗ്യം വേണം ജീവിക്കണം. എന്ത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടോ നമുക്ക് റിവേഴ്സ് ഉണ്ടാകണമെങ്കിൽ അത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ഭാഗ്യം കൂടെ. അതെനിക്കില്ലാതെ പോകും. അതിന് നിങ്ങൾ എന്നെ പറയരുത്, ഞാനല്ല എൻ്റെ നാശത്തിൻ്റെ കാരണം. പിന്നെ ചിൽഡ്രൻ, ഇങ്ങനത്തെ 2 സന്താനങ്ങളാണ്. പിന്നെ ഈ വീട് തന്നെ എങ്ങനെ ഗതി പിടിക്കും, അവരെ കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച് യാതൊരു പോസിറ്റീവും കാണുന്നില്ല. ഇക്കോണമി, നമ്മുടെ രാജ്യത്തിൻ്റെ നോക്കും, നിങ്ങൾ ഈ 500-600 കൊല്ലം മാത്രം പഴക്കമുള്ള അമേരിക്കയിൽ നോക്കും, ആ ഇക്കോണമിയാണ് അവിടെ എല്ലാവർക്കും പുരോഗതിയുണ്ട്. ഇവിടെ അതിനുള്ള സാധ്യതയില്ല. നമ്മുടെ ഇക്കോണമി അത്ര അധപ്പതിച്ചാണ്. പിന്നെ ഗവൺമെൻറ്, എന്തായി ഗവൺമെൻറ് എന്നൊക്കെറിയാം, അവർ ഫോർ ദെയർ അത് ഗവൺമെൻറ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ആലോചിക്കുന്നത്, ഇതൊക്കെയാണ്. അപ്പം ഞാനല്ല എൻ്റെ നാശത്തിനല്ല, എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം അത് നേരെ ആവാത്തതിന് കാരണം ഞാനല്ല. ഈ പറഞ്ഞ കാര്യം ഞാനീ പറഞ്ഞ ഇത്രയും ഈ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ളവരാണ്. അവരൊന്നും ഏക്കില്ല, അവർ കാര്യങ്ങളൊക്കെ മറ്റുള്ള തലയ്ക്ക് വെച്ചിരിക്കും. മോസ്റ്റ് ഓഫ് ഒരു നല്ലൊരു പഠിച്ചു, മോസ്റ്റ് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആർ ഷേപ്ഡ് ഡ്യൂറിങ് അവർ ഫോർമേറ്റീവ് ഇയേഴ്സ്. നമ്മുടെ ഈ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഫോർമേറ്റീവ് ഇയേഴ്സ്, ആൻഡ് ദേ ലാസ്റ്റ് എ ലൈഫ് ടൈം. ഇതാണ് വേറൊരു ഗതി. അതിനാ നമ്മൾ ഫോർമേറ്റീവ് കാലഘട്ടത്തിൽ നമ്മൾ ആർജിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫ് ടൈം വരെ അത് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നല്ലൊരു സെൻറ്റൻസാണ്. മോസ്റ്റ് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആർ ഷേപ്ഡ് ഡ്യൂറിങ് അവർ ഫോർമേറ്റീവ് ഇയേഴ്സ് ആൻഡ് ദേ ലാസ്റ്റ് എ ലൈഫ് ടൈം. ജീവിതകാലം മുഴുവൻ മിക്കവാറും ഫോളോ ചെയ്യും. പക്ഷേ ഇതിനുള്ള റെമഡി നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. ആസ് അഡൽട്സ്, ആക്ച്വലി ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഇതാണ്, ആസ് അഡൽട്സ് വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ആറ്റിറ്റ്യൂഡ്, അവർ ബിഹേവിയർ ആൻഡ് ആക്ഷൻസ്. അഡൽട്സ് എന്ന നിലയ്ക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആക്ഷൻസും ഒക്കെ എല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, അല്ല നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല ഇതിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ ഈ ഗ്രന്ഥകാരൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടന്റ് എടുത്ത ആളെ പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ വാസ്തവം. നേരത്തെ പറഞ്ഞതിൻ്റെ അതിൻ്റെ റെമഡി പോലെ മറുപടി പോലെ പറഞ്ഞതേ ഉള്ളൂ. ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ അവർ ആറ്റിറ്റ്യൂഡ്. എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡിറ്റർമിൻ ചെയ്യാൻ നിർണ്ണയിക്കുന്നത്. ഇവിടെയാണ് ഞാൻ നാഗേഷിനെ സൂചിപ്പിച്ചത്. നാഗേഷ് ഇതിനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാഗേഷ് ചെറിയൊരു റൈറ്റപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ദ ട്രിപ്പിൾ ഇ ആൻഡ് ദ സി ഫാക്ടർ, 3 ഇ തുടങ്ങുന്ന കാര്യങ്ങളും പിന്നെ സിയിൽ തുടങ്ങുന്ന വേറെ, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നിശ്ചയിക്കുന്നത്. ഈയിൽപ്പെട്ട ഒന്ന് എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതി. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? എൻവയോൺമെൻറ്റിൽ ഹോം, വീട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വീട്ടിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. അപ്പോൾ വീട്ടിലെ പോസിറ്റീവോ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ്, അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ബൈ ദ പാരൻസ് ഓർ അതേഴ്സ്, അതൊരു ഘടകമാണ് ഹോം. പിന്നെ അതിൽപ്പെട്ടതിന് സ്കൂള് നല്ല മോറൽസ് പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്, അതിനല്ലാത്തതുണ്ട്. ഇപ്പോൾ പൊതുവെ സ്കൂളുകളെ വെച്ച് സ്കൂളിന് കുഴപ്പമില്ല, പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ അങ്ങനെ പ്രത്യേകത ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ സ്കൂൾ പലതും ഒത്തിരി ഈ തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ അവർ മത്സരിക്കുന്നുണ്ട്. പിന്നെ വർക്ക് പ്ലേസ്, നമ്മുടെ ജോലി സ്ഥലം, അവിടെ സപ്പോർട്ടീവോ ഓർ ക്രിട്ടിക്കലോ എങ്ങനെയാണ് നമ്മുടെ ബോസ് അല്ലെങ്കിൽ സൂപ്പർവൈസർ. ബോസ് നേരത്തെ പറഞ്ഞാൽ ചില ബോസുകൾ ആരെയും ഒരു ഉന്നതിക്ക് വരെ സമ്മതിക്കില്ല, അവർ തന്നെ ഒരു മുളയിലെ നുള്ളിൽ കളയുന്നവരുമുണ്ട്. പിന്നെ കൊളീഗ്സ് ഉണ്ട്. കൊളീഗ്സ് നീ എന്തിൻ്റെ ഇതൊക്കെ ചെയ്യുന്നത്, നിനക്ക് വേറെ വല്ല പണിക്കില്ല, ഒരു 5 മണിക്ക് നീ എന്തിനാ 6 മണി വരെ ഇരിക്കുന്നത്, നിനക്ക് എണീറ്റ് പോയിക്കില്ല, ആ തരത്തിൽ പറയുന്നവരുണ്ട്. അപ്പോൾ അത് അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് വരെ, അപ്പോൾ ബോസ് ആകാം, കൊളീഗ്സ് ആകാം, അവരൊക്കെ അവർ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. സൂപ്പർവൈസ്, കൊളീഗ്സ് ഇവരുണ്ട്. പിന്നെ അടുത്ത് മീഡിയ, അല്ല പത്രങ്ങളിൽ അല്ലെങ്കിൽ മീഡിയ അറിയാലോ, അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങളെല്ലാം TV മുതലായാലും ദൃശ്യ മാധ്യമങ്ങളെല്ലാം, ഇതിലൂടെ നമുക്ക് ഒത്തിരി ഐഡിയാസ് കിട്ടുന്നു. അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വരാം, അങ്ങനത്തെ കിട്ടുന്നുണ്ട്. പിന്നെ പീരിയോഡിക്കൽസ്, നമ്മൾ വായിക്കുന്ന പീരിയോഡിക്കൽസ്, അതിൽ നിന്ന് കുറേയൊക്കെ നമ്മളെ സ്വാധീനിക്കാം.
ഒരു ഇത് വായിച്ചത്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ ഇതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എൻവയോൺമെന്റ് കാണുന്ന ഒരു 70% ഓഫ് എക്സ്പീരിയൻസസും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. അത് നമ്മുടെ കുറ്റങ്ങളിൽ അങ്ങനെ നമ്മളിപ്പോൾ റോഡിൽ തന്നെ ഒരു വാഹനമായിട്ട് ഇറങ്ങും, അറിയാലോ അവിടെ മത്സരം എന്ന് പറഞ്ഞാൽ ട്രാഫിക് റൂൾസ് അനുസരിച്ചില്ല, അത് ഇത് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ അത് തൊട്ട് ബാക്കി എന്ത് കാര്യങ്ങൾ ഒരു നെഗറ്റീവ് 70% നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഒരു വലിയൊരു ഗ്രന്ഥകാരനത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽപ്പെട്ട വേറെ ഒന്ന് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്. ചില റിലീജിയസ് ആയിട്ട് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നവരുണ്ട്, പിന്നെ അത് അങ്ങനെ അല്ലാത്തതുണ്ട്, പിന്നെ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ട്രഡീഷണൽ ബിലീഫ്സ്, ചില വീട്ടിലെ ചില പാരമ്പര്യമായിട്ട് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അത് പലപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കില്ല, അന്ന് നമ്മൾ മനസ്സിലാക്കി, അതറിയാമല്ലോ. എന്തായാലും അത്തരത്തിലുള്ള ബിലീഫ്സ് പല ഫാമിലിയിലുണ്ട്. അത് എങ്ങനെയോ അങ്ങനെ അത് ഒരു വലിയ തരം ആറ്റിറ്റ്യൂഡ് സ്വാധീനിക്കും. സോഷ്യൽ എൻവയോൺമെന്റ് നമുക്കറിയാം, എത്ര ഞാൻ തീരാത്ത സോഷ്യൽ എൻവയോൺമെന്റ്സ്. പിന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, അത് പ്രധാനമായിട്ടും ഗവൺമെന്റ് ഓണസ്റ്റ് ആണോ ഡിസോണസ്റ്റ് ആണോ, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കുറേയൊക്കെ നമ്മൾ ഈ കാണുന്ന, ഇപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ട് PSC പരീക്ഷയൊക്കെ അല്ലെങ്കിൽ അത് പരീക്ഷ എഴുതി ജോലി കയറി കഴിഞ്ഞാൽ ഞാൻ വന്ന് എനിക്ക് ആരൊക്കെ സഹായിച്ചില്ല, ഗവൺമെന്റ് എന്നോട് കാണിച്ച കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ ബാക്കി കൂടെ വർക്ക് ചെയ്യുന്നവർ കാണിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യാൻ കുറേയൊക്കെ സഹായിക്കും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, ഗവൺമെന്റ് ഓണസ്റ്റ് ആണോ ഡിസോണസ്റ്റ് എന്നുള്ളത്. പിന്നെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ പലർക്കും പലതരത്തിലുള്ള കൾച്ചർ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതും സ്വാധീനിക്കുന്ന കാര്യം, സാംസ്കാരികമായ ബാക്ക്ഗ്രൗണ്ട്. ഇനി കൾച്ചറിനെ പറ്റി രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് കൾച്ചർ, ഒരു നല്ലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഡെഫിനിഷൻ, അല്ല ഇപ്പോൾ കാണാൻ പഠിക്കാൻ പറ്റുന്നത്. കൾച്ചർ ഈസ് കൺസിഡറേഷൻ ടു അതേഴ്സ്. നമ്മൾ കുറേ കൾച്ചറിനെ പറ്റി വായിക്കാൻ തന്നെ അല്ലെങ്കിൽ പോലെ കുറേ ബുക്കോ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ തീരില്ല. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു ചെറിയൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല. കൾച്ചർ ഈസ് കൺസിഡറേഷൻ ടു അതേഴ്സ്. ഞാൻ ഇത് ഇരട്ട് പറയുന്നുള്ളൂ, കൾച്ചറും ഫാക്റ്റ് ഒന്നും ഉണ്ട്. ഇപ്പോൾ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കൾച്ചർ ഈസ് കൺസിഡറേഷൻ ടു അതേഴ്സ്. എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവർക്കൊരു പരിഗണന അത് തന്നെയാണ്. അത് എന്തൊക്കെ നമ്മൾ കുറേ ഒരു പാരഗ്രാഫോ പേജസ് ഒരു ബുക്ക് എഴുതിയാലും ഇത് തന്നെയാണ് അതിൻ്റെ അവസാനം അതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഒന്ന്, കൾച്ചർ ഓൾവേസ് ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. അത് നമ്മൾ പഠിക്കാൻ സംഗതിയാണ്. ഒരിക്കലും കൾച്ചർ താഴെ നിന്ന് മുകളിലേക്ക് വരിക. നമ്മൾ വലിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, വർക്ക് ഒരു 1 ലക്ഷത്തി ചില്ലുവാൻ എംപ്ലോയീസ് ഉള്ളതും 12 ലക്ഷം ഏജൻസ് ഒക്കെ ഉള്ള ഇത്രയും വലിയൊരു സ്ഥാപനം. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ചെയർമാൻ എങ്ങനെയാണ്, ചെയർമാൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളായിരിക്കും താഴേക്ക് വരുന്നത്. ഒരിക്കലും താഴെ ഇവിടെ ഒരു സബ് സ്റ്റാഫോ കുറച്ച് സാധാരണ ജീവനക്കാരെ നന്നായിട്ട് പെരുമാറി അത് മുകളിലേക്ക് പോകില്ല. അപ്പോൾ ഇത് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കൾച്ചർ അത് ഏത് സ്ഥാപനത്തിൻ്റെയും ഒരു സംഗതി ഇങ്ങനെയാണ്. ഒരിക്കലും കൾച്ചറായ അത്തരം കാര്യങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വരില്ല, മുകളെയും താഴോട്ട്. ഒരു വീട്ടിലായാലും ഗൃഹനാഥൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അത് താഴോട്ട് വരുള്ളൂ. പിന്നെ മക്കളൊക്കെ വലുതാകുമ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങളുണ്ടാകും. എങ്കിലും പൊതുവെ കൾച്ചർ ഓൾവേസ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അത് ഓർത്തിരിക്കുക. കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഈസ് കൺസിഡറേഷൻ ടു അതേഴ്സ്, ഒരു നല്ലൊരു കൊട്ടേഷനാണ്. അതുപോലെ കൾച്ചർ ഓൾവേസ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, നെവർ ഫ്രം ബോട്ടം ടു ടോപ്പ്. അപ്പോൾ ഇത് ഒന്നാമത്തെ എൻവയോൺമെന്റിൽ പെട്ടാണ്. രണ്ടാമത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നാഗേഷ് കോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനകത്ത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ 3 സീസൺ അതിനകത്ത് വരുന്നുണ്ട്. എക്സ്പീരിയൻസ്, കൾച്ചർ, എൻവയോൺമെന്റ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഇത് 3 വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് എക്സ്പീരിയൻസ് കിടക്കാണ്. അവർ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ എക്സ്പീരിയൻസ് വിത്ത് വേരിയസ് പീപ്പിൾസ് ഓർ ഇവൻറ്റ്സ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന ഘടകം നമുക്ക് മറ്റാളുകളിൽ നിന്ന്, നമ്മുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും സംഭവ ഈവൻസുമാണ്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് സ്വാധീനിച്ചേക്കും. അപ്പോൾ പറഞ്ഞു വരുന്നതൊക്കെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റ് കഴിഞ്ഞു, എക്സ്പീരിയൻസ് കഴിഞ്ഞു, മൂന്നാമത്തെ എഡ്യൂക്കേഷനെ പറ്റി, അതിനെപ്പറ്റി എങ്ങനെ ആവാം അല്ലെങ്കിൽ ആവുന്നില്ല അതിനെപ്പറ്റി വളരെ അതിൻ്റെ ഒരു കമൻസ് മാത്രമേ പറയുന്നുള്ളൂ. നോക്കും, ഇൻ ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വി ആർ ഡ്രൗണിങ് ഇൻ ഇൻഫർമേഷൻ ബട്ട് സ്റ്റാർവിങ് ഫോർ നോളജ് ആൻഡ് വിസ്ഡം. നല്ല ബ്യൂട്ടിഫുൾ ആയൊരു കൊട്ടേഷൻ, അതുകൊണ്ട് അത് ചേർത്തിരിക്കുന്നു. ഇൻ ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ വി ആർ ഡ്രൗണിങ് ഇൻ ഇൻഫർമേഷൻ അങ്ങ് മുങ്ങിച്ചാൽ എത്ര വേണം അറിവ് കിട്ടും, എന്തൊക്കെ പഠിക്കണേ കിട്ടും. ഇപ്പോഴാണെങ്കിൽ പിന്നെ സ്കൂൾ ഏതിൻ്റെ ഒന്നും കാര്യമില്ല, പുസ്തകത്തിൻ്റെ ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് മൊബൈലിൽ നോക്കിയാൽ എല്ലാം അതിനകത്ത് കിട്ടാത്ത ഒന്നുമില്ല. അപ്പോൾ അതിന് മുമ്പ് എഴുതിയ ബുക്ക് അവിടെ ഈ തരത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇൻ ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വി ആർ ഡ്രൗണിങ് ഇൻ ഇൻഫർമേഷൻ. വിവരം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഇതുകൊണ്ട് ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ അതിൽ മുങ്ങിച്ചാകാം, അത്രമാത്രമുണ്ട്. ബട്ട് സ്റ്റാർവിങ് ഫോർ നോളജ് ആൻഡ് വിസ്ഡം. നോളജോ വിസ്ഡമോ അത്
അതിനു വേണ്ടി ഒരു സ്റ്റാർവ് പട്ടിണി കിടക്കണം, അത് മാത്രം ഇല്ല. കിട്ടേണ്ട കുറേ ഇൻഫർമേഷൻ മാത്രം കിട്ടും. എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ഒരു സ്കൂളിലും കോളേജിലും കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ കമൻ്റ് പറയും, എഡ്യൂക്കേഷൻ ഓട്ട് ടു ടീച്ചേഴ്സ് നോട്ട് ഓൺലി ഹൗ ടു മേക്ക് എ ലിവിങ്. എഡ്യൂക്കേഷൻ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയോട് വെച്ച് എന്തിനാണ് പഠിക്കുന്നത് ആദ്യം പറയുന്നത് ജോലി കിട്ടാമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി അവർ പറയുന്നത്, എഡ്യൂക്കേഷൻ ഓട്ട് ടു ടീച്ചേഴ്സ് നോട്ട് ഓൺലി ഹൗ ടു മേക്ക് എ ലിവിങ്. ഒരു ലിവിങ് ഉണ്ടാകും, ഒരു ജീവിത മാർഗം ഉണ്ടാക്കാൻ മാത്രം പോരാ, ബട്ട് ആൾസോ ഹൗ ടു ലീവ്. അത് വിട്ടുപോകും, അതാണ് ഇല്ലാത്തത്. ഹൗ ടു ലീവ് എന്ന് പഠിപ്പിക്കുന്നില്ല, ഹൗ ടു മേക്ക് എ ലിവിങ് അത് പഠിപ്പിക്കും. നമ്മൾ പിന്നെ ഡിഗ്രി പാസ്സായി പോലീസിലേക്ക് പോകാൻ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോകാൻ, അവിടെ പോയി കോളേജിൽ MA പാസ്സായ കോളേജിൽ പോകും, അതൊക്കെ അപ്പോൾ അതിനുവേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് അത് പഠിപ്പിക്കില്ല. അപ്പോൾ ആ ലിവിങ് എന്നുള്ള വാക്ക് വെച്ച് നന്നായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിരിക്കണം. എഡ്യൂക്കേഷൻ ഓട്ട് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കണം നോട്ട് ഓൺലി ഹൗ ടു മേക്ക് എ ലിവിങ് ബട്ട് ആൾസോ ഹൗ ടു ലീവ്. ജീവിതമാർഗം കണ്ടുപിടിക്കാൻ മാത്രമല്ല എങ്ങനെ ജീവിക്കണം എന്നൂടെ പഠിപ്പിക്കണം എന്നാണ്. ദ പ്രസന്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് ടെഫ്ലോൺ കോട്ടിങ്. വേറെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ടെഫ്ലോൺ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളായിരിക്കെല്ലാം അറിയില്ല, അത് ഒഴിച്ചാൽ പിന്നെ അതൊന്നും തങ്ങി നിൽക്കില്ല, നമ്മൾ ഒത്തിരി പാടുവിട്ട് കഴിയേണ്ടി വരില്ല. നത്തിങ് ഈസ് ലെഫ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ് ആഫ്റ്റർ ദ എക്സാമിനേഷൻ. പരീക്ഷ കഴിഞ്ഞ് പാസ്സായി, പിന്നെ ഒന്നും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല. ആ തരത്തിലുള്ള എഡ്യൂക്കേഷൻ. അപ്പോൾ അതിനെ കുറിച്ച് വിമർശിച്ചിരിക്കാം. അപ്പോൾ ഇത് മൂന്നാണ് നാഗേഷ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് വേറെ ഒന്ന് കണ്ടീഷനിങ്. ഈ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്ക് അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെയാണ്, ഇപ്പോൾ നാഗേഷിനോട് സംസാരിച്ച് ഇങ്ങനെയായാലും ശരി, അപ്പോൾ ഇനി ഇത്തരത്തിൽ സംസാരിക്കാം, അല്ലെ ആ തരത്തിൽ എന്ന് പറഞ്ഞ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ ഫോം ചെയ്യും. അല്ലെങ്കിൽ പിന്നെ രാമേന്ദ്ര സാറിനോട് ഇന്ന തരത്തിൽ അപ്രോച്ച് ചെയ്താൽ മതി. കാരണം 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും സാറിൻ്റെ ഒരു പ്രതികരണം ഈ തരത്തിലാണ്. അപ്പോൾ സാറിൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ തരത്തിൽ. അപ്പോൾ എൻ്റെ മനസ്സെങ്ങനെ കണ്ടീഷൻ ചെയ്യും, രാമേന്ദ്ര സാറോ ഇങ്ങനെ, അല്ലെങ്കിൽ നാഗേഷോ ഇങ്ങനെ, അല്ലെങ്കിൽ സെലസ് സാർ ഇന്ന വ്യൂ ഉള്ള ആളാണ്, അപ്പോൾ സാറിനോടാണ് സാർ 2-3 പ്രാവശ്യത്തെ അനുഭവത്തിൽ വെച്ച് ഇന്ന രീതി സാറിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യും. പിന്നെ അത് മാറ്റാൻ വലിയ പാടാണ്. ആ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ ഓഫൺ കണ്ടീഷൻഡ് ബൈ ദർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. അപ്പോൾ അത് മാറ്റാൻ പാടാണ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്, അത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇതാണ്. നമ്മളെ ആന ഏറ്റവും കരയിൽ ഏറ്റവും വലിയ മൃഗമാണ്, ഏറ്റവും ശക്തിയുള്ളതാണ്. ഇതിനെ ഈ ഉത്സവപ്പറമ്പിൽ അവിടെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ തടി വിരിക്കാൻ കൊണ്ടുപോയിട്ട് ഈ പാപ്പാൻ ഒരു മരത്തിൽ കെട്ടി. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിനെ കെട്ടുന്ന ഒരു പോസ്റ്റ് പോലെ, അല്ലെങ്കിൽ ഒരു കമുകിലോ ചെറിയ തെങ്ങിലോ ആയിരിക്കും കെട്ടിക്കുന്നത്. കാരണം എന്താണ്, ഈ ആനയ്ക്കറിയാം ആന കണ്ടീഷൻഡാണ്. ഇത് കൊച്ചിലെ ഭയങ്കര കുസിയും ഭയങ്കര ബഹളമായിരുന്ന കാലത്ത് തന്നെ ഒരു 5-6 മാസം മുതൽ ഇതിനെക്കൊണ്ട് അത് വലിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പോകുമ്പോൾ ഇതിനെ വലിയ മരത്തിൽ കൊണ്ടിരിക്കും. അത് പിടിച്ച് അനങ്ങില്ല ഒരു തരത്തിലും. ഇതവിടെ പിടിച്ച് മരച്ച് അവസാനം കഴുത്ത കാലുമൊക്കെ വേദന എടുത്ത് അത് മതിയാകും. അങ്ങനെ കുറേ വർഷങ്ങൾ അവിടുത്തെ പഠിക്കും. ഇത് എനിക്ക് പറ്റിയ പണിയല്ല, മര്യാദ നിൽക്കാം. അതങ്ങനെ കണ്ടീഷൻ ചെയ്യും. പിന്നെ ഇതിനെക്കൊണ്ട് ഒരു കമ്പിൽ കെട്ടിയാൽ ആദ്യം അറിയാം ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ കുറേ കഥയുണ്ട്. ഞാനിപ്പോൾ ഇത് ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഈ കണ്ടീഷനിങ്ങിൻ്റെ ബേസിലാണ് സർക്കസൊക്കെ പഠിക്കുന്നത്. ഈ മൃഗങ്ങളൊക്കെ അതിൻ്റെ പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കില്ല, അത് ഒരു പ്രത്യേക തരത്തിലുള്ള കൊട്ട്, അല്ലെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ ഒരു കൊട്ടോ മറ്റ് സൗണ്ട്സോ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ആ ബിഹേവ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ആദ്യം അത് ബിഹേവ് ചെയ്യിക്കാനായിരുന്നു. ഈ പാവ്ലോവിൻ്റെ സൈക്കോളജിയിൽ പഠിക്കുന്ന കണ്ടീഷനിങ് ഇങ്ങനെയാണ്. ഒരു പട്ടിക്ക് വിശക്കുന്ന ഒരു പട്ടിയെ അതിന് ആഹാരം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബെല്ലടിച്ചിട്ട് ഈ ആഹാരം കൊണ്ട് പോകുമ്പോഴത്തേക്ക് അത് ആഹാരം കാണും, കഴിക്കാം. അപ്പം അങ്ങനെ 2-3 ദിവസം കൊടുക്കും. പിന്നെ അടുത്ത ദിവസം ഈ പട്ടിക്ക് ബെല്ലടിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് സലയോ വരും. കാരണം അതിനറിയാം ഇപ്പോൾ ആഹാരം കിട്ടുമെന്നാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഓർഡർ കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തെ ഈ ബെല്ലിന് മുമ്പ് വേണമെങ്കിൽ സൈറൻ കേൾക്കും. അപ്പോൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ സൈറൻ കേൾക്കുമ്പോഴേ പട്ടിയുടെ വായിൽ നിന്ന് സലയോ വരും. അപ്പോൾ അത് കണ്ടീഷൻഡാണ്. ഇത് കേട്ടാൽ സൈറൻ കേട്ടു, ഇനി ബെല്ല് കേട്ടു, ഇനി ഫുഡ്. ഈ തരത്തിലാണ് ഇതിനെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടീഷനിങ്ങിൻ്റെ ബേസിക്കാനുള്ള പാഠമുണ്ട്. ഇങ്ങനെ നമ്മളും കുറേ അനുഭവം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ്, നല്ല സ്പീഡിൽ പോകുന്ന ബസ്സൊക്കെ അടിച്ചാൽ നിർത്തുമല്ലോ നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ടീഷൻഡാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനും ബിഹേവിയറിനും സ്വാധീനിക്കുന്നു എന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സാം ശരി കുറച്ച് കഥകൾ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവരിങ്ങനെ ഡാൻസിങ്ങിന് താളം നല്ല ഭംഗിയായിട്ട് കളിക്കും. അത് ഈ പാട്ടിൻ്റെ താളത്തിൽ ആ പാട്ട് നിന്ന് അവരെ കളിക്കാൻ പറ്റില്ല. അവർ പാട്ട് പാടാൻ, പക്ഷേ മനസ്സിൽ ഓരോ പാട്ടിങ്ങനെ ചിലർ വാഗുകൊണ്ട് കളിച്ചിട്ട് ചുണ്ടനക്കാതെയൊക്കെ. അപ്പോൾ അതും ഒരുതരം കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തോളാമെന്നറിയാം, പിന്നെ അത് മാറിപ്പോകില്ല. അത് ഈ തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ ഇങ്ങനെ കണ്ടീഷനിങ്ങിൻ്റെ ബേസിലാണ്. ഇത് പൗലോ എന്ന് പറയുന്ന റഷ്യൻ സയൻറ്റിസ്റ്റാണ് ഈ പട്ടി ഇങ്ങനെ കിട്ടിയിട്ട് ആദ്യത്തെ ക്ലാസിക്കൽ എക്സാമ്പിൾ അതാണ്. ഇനി ഹൗ ഡു യു റെക്കഗ്നൈസ് പീപ്പിൾ വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളെ എങ്ങനെ തിരിച്ചറിയാം, അവരെ കണ്ടെങ്കിൽ അവരുടെ നേച്ചർ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അവർ പൊക്കം കൂടിയവരോ വണ്ണം കുറഞ്ഞവരോ അല്ലെങ്കിൽ എന്താണ്. ഒന്ന്, ദേ ആർ കെയറിങ്. ഈ കെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആളിനെ കൂടെ ഇത് ശ്രദ്ധിക്കുക.
അതാണ് അയാൾക്കൂടെ ഒരു കുഴപ്പം വരാതെ നമ്മൾ കൾച്ചർ എന്ന് പറഞ്ഞല്ലോ, അയാൾക്കൂടെ ഒരു ദോഷം വരാതെ നമ്മളെ കെയർ ചെയ്യുക. നമ്മളെ വീട്ടിലുള്ളവരാകും, ഭാര്യയാകും, ഭർത്താവിനാകും, മക്കളെയാകാം, കുട്ടികളാകും, ആരെയും സ്റ്റുഡൻസിനെ ഒക്കെ കെയർ ചെയ്യും. അവർ ആദ്യം നേഴ്സ് അവർ എപ്പോഴും കെയറിങ് ആയിരിക്കും, ബാക്കിയുള്ളവരെ പരിഗണിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ കെയറിങ്, ലിസണിങ് ഈസ് കെയറിങ് എന്നത്. അപ്പോൾ അതുപോലെ കെയറിങ് അതിന് കൺസിഡറേഷനാണ്, പരിഗണന, അതാണ് കെയറിങ്. പിന്നെ കോൺഫിഡൻസ്, പൊതുവേ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും, അവർക്കറിയാം ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനകത്ത് എനിക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്, ഒരു ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. പേഷ്യൻ്റ് ആയിരിക്കും, ക്ഷമ, ബഹളം കാണിക്കും, എന്തോന്ന് കാള പെട്ടെന്ന് കേട്ടാൽ കയറ് കൊണ്ട് പോകില്ല, ഒരു ക്ഷമ കാണിക്കും ഉള്ളവരായിരിക്കും. പിന്നെ ഹമ്പിളായിരിക്കും, ഹമ്പിൾ അറിയാമല്ലോ, ഒരു വിനയാന്വിതരായിരിക്കും. ഹൈ എസ്റ്റീം, എസ്റ്റീം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം, അല്ല കോൺഫിഡൻസ് ഉള്ളവർക്ക് സെൽഫ് എസ്റ്റീം വരും, സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക് കോൺഫിഡൻസ്, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരിതങ്ങളാണ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ്, ഹൈ എസ്റ്റീം ഒക്കെ കാണും. ദേ എൻജോയ് ലൈഫ്, അവർ പൊതുവെ അവർ ജീവിതം ആസ്വദിക്കും. അപ്പോൾ ജീവിതം ആസ്വദിക്കാത്തത് പലപ്പോഴും നമുക്ക് ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, പല ഒരുപാടേറെ കാരണങ്ങളുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും എത്രയൊക്കെ ഉണ്ടെങ്കിലും ജീവിതം ആകെ അത് ആസ്വദിക്കുന്നത്, അത് അതിൻ്റെതായ ഒരു സമയക്രമം, കാര്യങ്ങൾ, ടൈം മാനേജ്മെന്റ് ഒക്കെ വേണം. ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ളവരൊക്കെ അത് അറേഞ്ച് ചെയ്യാൻ അറിയാം. അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവർ ദേ എൻജോയ് ലൈഫ്, അവർക്ക് ജീവിതം ഇഷ്ടമാണ്, അവർക്ക് എൻജോയ് ലൈഫ്. ഹാവ് എ പ്ലീസിങ് പേഴ്സണാലിറ്റി, പ്ലീസിങ് അല്ല, ആളെ കാണുമ്പോൾ വെറുതെ ഒരു വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തെ പ്ലീസിങ് അല്ല, ജെന്യുവൻ ആയിട്ട് അവർ പ്ലീസിങ് ആയിരിക്കും. അവരെ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് തർക്കിക്കാനായിട്ട് വരും, കേട്ട് ഒരു ആളെ പ്ലീസ് ചെയ്യുന്ന രീതിയാണ് ജെന്യുവൻ ആയിട്ട്. ദേ ഇൻസ്പയേഴ്സ് അതേഴ്സ്, ദേ ഇൻസ്പയർ അതേഴ്സ് അറൗണ്ട്. അവർക്ക് ചുറ്റുമുള്ളവർ അവർക്ക് ഇന്ന് സർക്കിളിൽ നിന്നുണ്ട്, അവരവരെ അവരെ സ്വാധീനിക്കും. ഇവരുടെ ഈ പോസിറ്റിവിറ്റി ഇങ്ങോട്ട് കൂടെ പകരും, അതാണ് ഇത് പോസിറ്റീവായിട്ടുള്ള ആളുടെ പൊതു ലക്ഷണങ്ങൾ. ഇനി കോൺസിക്വൻസസ് ഓഫ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നോക്കാം. ലൈഫ് ഈസ് ആൻ ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ജീവിതം ഒരു കിറാമുട്ടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ജീവിതം എന്തോന്ന്, ജീവിതം ഒരു കിറാമുട്ടിയാണ്. ആൻഡ് സ്ട്രെസ്ഫുൾ, എന്നും സ്ട്രെസ്സാണ്. ഓഫീസിൽ നിന്നും പലർക്കും സ്ട്രെസ്, ഞാനെന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാത്രമുള്ള നിങ്ങൾ കണ്ടിട്ട് ഒരു വാർത്ത വായിച്ചില്ലേ, ഇപ്പോൾ പിന്നെ ഞാൻ മധുരയിൽ ഒരു ബ്രാഞ്ച് മാനേജർ അവിടെ എ സിക്ക് തീ പിടിച്ച് അവർ മരിച്ചുപോയി. ആ റൂം 8:30 രാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രെയിൻ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ മാസം പോലും, മാർച്ചിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകും, സ്ട്രെയിൻ ഉണ്ടാകും, പക്ഷെ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് തരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒബ്സ്റ്റക്കിളായിരിക്കും, സ്ട്രെസ്ഫുൾ ആയിരിക്കും, ലൈഫ് ഈസ് റെസ്ട്രിക്റ്റഡ്, അവർക്കൊരു എല്ലാത്തിനും തടസ്സം, ഒന്നിനും ഒരു പുരോഗതിയില്ല, അത് അവരുടെ വർത്തമാനത്തിന് മനസ്സിലാകും. ഡിഫിക്കൽട്ട് ടു കീപ് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ജോബ്, അവർക്ക് പുതിയ കൂട്ടുകാരെ ദീർഘകാലം ഒരാളുടെ കൂട്ടുകാർ കൊണ്ടുപോകില്ല, ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകില്ല, റിലേഷൻഷിപ്പ് അതൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തു. ജോബ്, ഇപ്പോഴത്തെ നമുക്ക് ഇവിടെ ഒരു ജോലി കിട്ടാൻ പാടാണ്. അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക പോലത്തെ രാജ്യങ്ങളാണെങ്കിൽ അവർ ഒരു ജോലി കളഞ്ഞിട്ട് ഒന്നര 2 കൊല്ലം കളയും. അത് പറ്റില്ല, അവരെ പിടിച്ചിരിക്കാൻ പറ്റില്ല, അവർ വേറെ കൊല്ലം മടുത്തു. അങ്ങനെയാണ് അവരുടെ രീതി കൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല. ലയബിലിറ്റി ടു സൊസൈറ്റി ആൻഡ് ഫോം, ഓരോ വീട്ടിലും സമൂഹത്തിലും പൊതുവെ ഒരു ലയബിലിറ്റി ആയിരിക്കും. പാസസ് ദെയർ നെഗറ്റീവ് ബിഹേവിയർ ടു അതേഴ്സ് അറൗണ്ട്, മറ്റവരെ പോലെ തന്നെ ഇവരെ ചുറ്റും നിൽക്കുന്നവരവരും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തൊരു നടക്കും, ചുമ്മാ ഈ വൈകുന്നേരം 6 മണിക്ക് അവിടെ പോയി കൊതുക് പിടിക്കൊണ്ടിരിക്കുന്ന നല്ല കാര്യമുണ്ട്, വീട്ടിൽ കിടന്നല്ല ടി വിയും കണ്ട്, ആ തരത്തിൽ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട്, ഒന്നും അവർ പോസിറ്റീവായിട്ട് എടുക്കില്ല. ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ അവർക്ക് വയ്യ. ദെയർ സക്സസ് വിൽ ബി ലിമിറ്റഡ്, അവരുടെ സക്സസും ലിമിറ്റഡ്. അവർക്ക് വലിയൊരു ആദ്യമേ പറഞ്ഞു പിന്നെ ആറ്റിറ്റ്യൂഡ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. അപ്പോൾ ഇവിടെ സക്സസ് അവർക്ക് ലിമിറ്റഡ് ആയിരിക്കും. ദേ കനോട്ട് എൻജോയ് ലൈഫ്, ആദ്യം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. അവർക്ക് ജീവിതം ഒരിക്കലും അവർക്ക് ആസ്വദിക്കാൻ കഴിയും. പർപ്പസ്ലെസ് ലൈഫായിരിക്കും. ഇൽ ഹെൽത്ത് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ ഓരെന്നും അസുഖം, അവിടെ വേദന ഇവിടെ വേദന. ചിലരെ എണീക്കുമ്പോഴേ ഇന്ന് എവിടെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചായിരിക്കും അവർ എണീറ്റ് വരുന്നത്. എല്ലാത്തിനും ഒരു നെഗറ്റിവിറ്റി അവരുടെ കൂടെ എപ്പോഴും കാണുന്നുണ്ട്. ദേ ആർ അൺഹാപ്പി വെൻ നല്ലൊരു രസമുള്ള ദേ ആർ അൺഹാപ്പി വെൻ ദേ ഹാവ് നോ ട്രബിൾസ് ടു സ്പീക്ക് ഓഫ്. ഒരു ഒരു കുഴപ്പവും പറയാനില്ലെങ്കിൽ അവർ അൺഹാപ്പി ആയിരിക്കും. അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ കുശുമ്പും കുഞ്ഞാമി എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവർ അൺഹാപ്പി. നല്ല രസമുള്ളത്. ദേ ആർ അൺഹാപ്പി വെൻ ദേ ഹാവ് നോ ട്രബിൾസ് ടു സ്പീക്ക് ഓഫ്. അവർക്ക് പറഞ്ഞു കിടക്കാൻ കുഴപ്പമില്ലെങ്കിൽ അവർ അൺഹാപ്പി ആയിരിക്കും. സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദ ലൈഫ് ടൈം അറ്റ് കംപ്ലയിൻറ്റ് കൗണ്ടേഴ്സ്. കംപ്ലയിൻറ്റ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് പരാതി പറയാമോ അവിടെയൊക്കെ, അല്ല ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, എവിടെ ചെന്നാലും പരാതി. എങ്ങോട്ട് എങ്ങനെയൊക്കെ പോയി എന്ത് പറയാൻ, ആകെ ആശിച്ചു എന്തിങ്ങനെ ജീവിച്ചിരിക്കുന്നു, ആ ഒരു ഇത് മാത്രമേ എവിടെയും ആ പരാതി മാത്രമേ പറയാനുള്ളൂ. അതവരുടെ രീതിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വൈ ഡോണ്ട് വി ചേഞ്ച് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആളുകൾ എനിക്കിങ്ങനെ ഒരു പൊതുവെ ഭൂരിപക്ഷം ഈ നെഗറ്റീവിലേക്കാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല? വൈ ഡോണ്ട് വി ചേഞ്ച് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? എന്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് മാറ്റുന്നില്ല?
അപ്പോൾ ഇവിടെ നല്ലൊരു ഒരു ഒരു കടുപ്പപ്പെട്ട സെൻസാണ്. ഹ്യൂമൻ നേച്ചർ ജനറലി റെസിസ്റ്റ് ചേഞ്ച്. മനുഷ്യന്റെ പ്രകൃതി പൊതുവെ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം. അത് നോക്കുമ്പോൾ അതിന്റെ ചേഞ്ചിന് വിധേയനാകാൻ താല്പര്യമില്ല, ഒരു ബുദ്ധിമുട്ടാണ്. അത് വളരെ കൊച്ചു കൊച്ചു കാര്യം. നമ്മുടെ വീട്ടിൽ തന്നെ ഡൈനിങ് ടേബിളിൽ 4-6 കസേരയുണ്ട്. മിക്കവാറും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരേ ആൾ ഒരേ സീറ്റായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് ആ സീറ്റ് മാറാൻ പോലും ഒരു മടിയാണ്. ഇവിടെ തന്നെ നമ്മൾ ഒരു ക്ലാസ് ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്ത് പിന്നെ നമ്മൾ ഒരു സീറ്റ് ഇരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം പിന്നെ വിളിച്ച് അടുത്ത ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞാൽ പോലും ഒരു മടിയാണ്. അപ്പോൾ അത്ര കൊച്ചു കാര്യത്തിന് പോലും ഇത് മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ അതിന് ആളിന് മാത്രം കുറ്റം പറയേണ്ടതെന്നാണ് ഇതിൻ്റെ മറുപടി പറയുന്നത്. ഹ്യൂമൻ നേച്ചർ ജനറലി റെസിസ്റ്റ് ചേഞ്ച്. പൊതുവേ ചേഞ്ച് അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. ചേഞ്ച് ഈസ് അൺകംഫർട്ടബിൾ. അതാണ് നമ്മൾ ശീലിച്ചു വന്ന കാര്യം. ഇപ്പോൾ രാവിലെ എന്നും എണീറ്റ് ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ബ്രൂ കാപ്പിയോ അല്ലെങ്കിൽ ചായ കുടിക്കുന്നതാണ്. ഇപ്പോൾ ചായ കുടിക്കുന്നതിൽ പിറ്റേന്ന് കാപ്പി ആണെങ്കിൽ അത് ഒരു ലൈവാണ്, കാരണം ഇത് നല്ല കുഴപ്പം പറ്റുമോ. അത് അത്രയും ചേഞ്ച് പോലും ഉൾക്കൊള്ളാൻ പൊതുവെ ആളുകൾ ഒരു മടി കാണിക്കുന്നു. അതാണ് ഒരു കാരണം. അപ്പോൾ ഹ്യൂമൻ നേച്ചർ ജനറലി റെസിസ്റ്റ് ചേഞ്ച്. പിന്നെ ചേഞ്ച് ഈസ് അൺകംഫർട്ടബിൾ ആൻഡ് സ്ട്രെസ്ഫുൾ. അതൊരു ചെയ്താൽ പിന്നെ ഒരു സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിനി ഇതിനൊരു പോംവഴിയുണ്ട്. ഹൗ ടു ബിൽഡ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ വരുന്നത്. ഒരു 10-15 എന്ന പരിപാടിയാണ്. അതിൽ ആദ്യത്തെ എൻ്റെ ഓപ്പണിംഗ് ഇതാണ്. വില്യം ജെയിംസ് ഓഫ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി. അദ്ദേഹം പറഞ്ഞത്, ഈ വില്യം ജെയിംസ് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ഒരു സൈക്കോളജി ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോളജി അതിൻ്റെ ഫൗണ്ടറാണ് ഈ വില്യം ജെയിംസ്. പിന്നെ JB വാട്സൺ, ഇവരെയൊക്കെ ബിഹേവിയറിസം എന്നുള്ള സയൻസ് കണ്ടുപിടിച്ചത്. അതിപ്പോൾ കൂടുതലും സൈക്കോളജിയിൽ പിന്നെ പ്രബലമായിട്ട് ഡോമിനേറ്റ് ആയി നിൽക്കുന്ന ബിഹേവിയറിസം. നേരത്തെ വേറെ ഫ്രോയിഡ് ആ തരത്തിലായിരുന്നു. ഇതൊരു റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 17-ാം നൂറ്റാണ്ടിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വില്യം ജെയിംസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ജനറേഷൻ ഈസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ആൾട്ടർ ദെയർ ലൈഫ് ബൈ ആൾട്ടറിങ് ദെയർ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഏറ്റവും പ്രധാനം. എൻ്റെ ജനറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്നത് മനുഷ്യന് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയും, ജീവിതശൈലിയൊക്കെ മാറ്റാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കൊട്ടേഷനാണ്. അദ്ദേഹത്തിൻ്റെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടാണ്. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് മൈ ജനറേഷൻ ഈസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ആൾട്ടർ ദെയർ ലൈഫ് ബൈ ആൾട്ടറിങ് ദെയർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് മൈൻഡ്. മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്താൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറ്റാൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ബിഹേവിയർസ് ഇതിൻ്റെ ഒരു ഇതാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ബിഹേവിയറൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ അതിനെപ്പറ്റി പിന്നീട് അല്പം ചെറുതായിട്ട് ഒരു മിനിറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആ തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാധിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. ചേഞ്ച് ദ ഫോക്കസ്. ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നതെല്ലാം എൻ്റെ ഡൂസാണ്. എന്തൊക്കെ ചെയ്യുന്നത്? ചേഞ്ച് ദ ഫോക്കസ്. നമുക്ക് ലക്ഷ്യം മാറ്റും. എന്താണ് ലക്ഷ്യം, ഏതാണ് നമ്മുടെ ഉദ്ദേശം, അതിലേക്ക് ലക്ഷ്യം പിടിക്കുക എന്നുള്ളതാണ്. ചേഞ്ച് ദ ഫോക്കസ്, ലുക്ക് ഫോർ ദ പോസിറ്റീവ്. എല്ലാത്തിനും പോസിറ്റിവിറ്റി കാണാൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് കണ്ടാലും അതിനെ കണ്ടിട്ട് അതിൻ്റെ കാര്യം അതല്ല. നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു തരത്തിലുള്ള ചേഞ്ച്, അത് നമ്മുടെ ഫോക്കസ് മാറ്റണം. ചേഞ്ച് ദ ഫോക്കസ്, ലുക്ക് ഫോർ ദ പോസിറ്റീവ്. ബി എ സീക്കർ ഓഫ് ഗുഡ്നെസ്. നന്മ കാണാൻ, ബി എ സീക്കർ ഓഫ് ഗുഡ്നെസ്. നന്മ കാണാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. അതാണ് ഏത്തിൻ്റെ അതങ്ങനെ നശ്യം എന്ന് പറയാതെ നമുക്ക് നോക്കാം, ഒന്ന് നല്ലതാക്കാൻ പറ്റുമോ നോക്കാം. ആ ഒരു അപ്രോച്ച്. ബി എ സീക്കർ ഓഫ് ഗുഡ്നെസ്. സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ വാട്ട് ഈസ് റൈറ്റ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തി കണ്ട അയാളിൽ എന്ത് നന്മയുണ്ടെന്ന് നോക്കാൻ. അതാണ് സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ വാട്ട് ഈസ് റൈറ്റ് ഇൻ എ പേഴ്സൺ ഓർ സിറ്റുവേഷൻ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഫോർ വാട്ട് ഈസ് റോങ്. അതിൽ അത് ശരിയാണ് അങ്ങനെ കാണാതെ അതിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു സ്കോർ കൊടുക്കാം, ഒരു നാളം കൊടുക്കാം, അതിനെ ശരിയാക്കാൻ പറ്റും. ആ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അപ്രോച്ചാണ് നമുക്ക് വേണ്ടി. ബി ആൻ ഓപ്റ്റിമിസ്റ്റ്. എന്നറിയാമല്ലോ, ഈ ഓപ്റ്റിമിസം എന്ന് അറിയാമല്ലോ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ കാണുന്നതാണ്. ഓപ്റ്റിമിസ്റ്റ് ആകുക. പിന്നെ ദ വിന്നേഴ്സ്, അത് ഓപ്റ്റിമിസ്റ്റ് ഫോക്കസ് ഓൺ ദെയർ സ്ട്രെങ്സ്. വിന്നേഴ്സ് എന്താ, അവരുടെ സ്ട്രെങ്തിൽ ഒരു ഫോക്കസ് കൊടുക്കുക. എനിക്ക് ഇന്ന എൻ്റെ കഴിവൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ ഞാൻ വിജയിക്കാൻ നോക്കാം. അതാണ് വിന്നേഴ്സ് ഫോക്കസ് ഓൺ ദെയർ സ്ട്രെങ്സ്. ദ ലൂസേഴ്സ്, അല്ല പെസിമിസ്റ്റ് ആണെങ്കിലോ ഫോക്കസ് ഓൺ ദെയർ വീക്ക്നെസ്. വിജയിക്കാത്തവർ അവരുടെ വീക്ക്നെസ്, എനിക്ക് അവിടെ ആ കാര്യം ചെയ്ത് ഞാൻ പോയാൽ ശരിയാവുമോ, അത് എൻ്റെ പറ്റില്ല, അത് വേറെ ആരെങ്കിലും. അത് കാരണം അവരുടെ വീക്ക്നെസ്സാണ് നോക്കുന്നത്. പറഞ്ഞാൽ എനിക്ക് ഇന്ന കുഴപ്പമില്ല, അതുകൊണ്ട് ആ തരത്തിലായിരിക്കും. അതാണ് വ്യത്യാസം. മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. അതിൻ്റെ അടുത്തൊരു കൊട്ടേഷൻ അല്ല, അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ ഡൂ ആണ്.
മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഒരു കാര്യം ചെയ്യുക, നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഇപ്പം ചെയ്യുക, അത് നാളത്തേക്കാകണ്ട. അപ്പോൾ ആ തരത്തിലായിരിക്കണം എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാം, നാഗേഷിന് ഞാൻ ഈ ടോപ്പ് എടുക്കാതെ അന്ന് തന്നെ രാത്രി വേറെ ചില അപ്ഡേറ്റായിട്ട് കുറിച്ച് ചില കാര്യങ്ങൾ എല്ലാം കൂടി ഇതിനകത്ത് അന്ന് തന്നെ ചെയ്തു വെച്ചു. കാരണം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആയുള്ളൂ. എങ്കിലും ആ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു പൊതുവെ ഒരു നല്ല ഹാബിറ്റില്ല. അപ്പം അങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കി എന്ന് പറഞ്ഞേ ഉള്ളൂ. അത് എനിക്ക് വേണമെങ്കിൽ പിന്നെയും 2 ആഴ്ച കൂടി സമയം ഉണ്ടായിരുന്നു. അത് അപ്പോൾ ചെയ്യും. അതാണ് വേണ്ടിയത്. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ചെയ്യുന്നത് പോസിറ്റീവാണ്. ലീവ് ഇൻ ദ പ്രസൻറ്റ് ബൈ ഓൾ മീൻസ്. നമ്മൾ ഈ ഇന്ന് ജീവിക്കുക, അത് ഇന്നലത്തേലോ നാളത്തേലോ അല്ല, ഇന്ന് ഫോക്കസ് ചെയ്ത് ജീവിക്കുക. അതാണ് ഇവിടെ ഈ നമ്മൾ സൈക്കോളജിയിൽ കുറേ അസുഖങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനകത്ത് ഡിപ്രഷൻ, ഈ ഡിപ്രഷൻ ആർക്കാണ് ഉണ്ടാകുന്നത്? ഈ പാസ്റ്റിൽ ജീവിക്കുന്നവർക്കാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് എനിക്ക് പിന്നെ ഇങ്ങനത്തെ ബേർഡനെ കൊണ്ട് ഭാര്യയുണ്ട്, മക്കൾ അത് നോക്കണം ഇത് നോക്കണം, പക്ഷേ പണ്ട് ഇങ്ങനെ എന്തായാലും അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്ത് സുഖമായിരുന്നു, അതായിരുന്നു. അപ്പോൾ അന്നത്തെ കാലമാണ് നല്ലത്, ഇപ്പോൾ ഈ കാലം അത്ര ശരിയല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പഴയ കാലം ഇപ്പോൾ എപ്പോഴും എൻ്റെ ചുമ്മാരിക്കുമ്പോഴും പഴയതിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ അങ്ങ് ആബ്സെൻ്റാണ്. അങ്ങനെയുള്ളവരാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത്. പഴയ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിക്കാൻ പാടില്ല. പലപ്പോഴും ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവർ പഴയ ചിന്തിച്ചു പോകുന്നത്, പക്ഷെ അത് ഈ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ഇനി മറ്റാണെങ്കിലോ നാളത്തെ പറ്റി മാത്രം ജീവിക്കുകയാണെങ്കിലോ അത് ആങ്സൈറ്റിയിലേക്കും. ഇന്ന് ജീവിക്കാതെ നാളത്തേക്ക് ജീവിക്കുകയാണെങ്കിൽ ആങ്സൈറ്റി. അപ്പം ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 2 കാര്യം സമയം പറയാം. അതാണ് ഇനി ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും ഒരു നന്ദിയുള്ളവരായിരിക്കും. നമുക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി, എനിക്ക് വിദ്യാഭ്യാസം കിട്ടി, അത് കിട്ടി, ജോലി കിട്ടി, ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടി, വീട് വെച്ചു. അപ്പോൾ അതിനൊക്കെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, ആ ഒരു തരത്തിലുള്ള ഒരു ചിന്ത മനുഷ്യന് വേണം. അത് ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നോക്കാം, നോട്ട് യുവർ ട്രബിൾസ്, മറ്റുള്ള ദോഷങ്ങളല്ല. അപ്പോൾ ഇതിന് ഈ ചെറിയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താമസം വരും അല്ലേ. ഒരാളൊരു വളരെ വിദഗ്ധമായ ഒരു പട്ടി വലിയ ഇഷ്ടപ്പെട്ട ഒരാൾ. അയാൾ ഒരു നല്ലൊരു പട്ടി, വലിയ വില കൊടുത്തൊരു പട്ടി വാങ്ങി അതിനെ വെള്ളത്തിലൂടെ നടക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ കഥയോടെ കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി പരിശീലനത്തിന് കുറേ കാശായി ചില സമയമൊക്കെ തന്നെ നടക്കാൻ പരിശീലിച്ചു. സാധാരണ പട്ടിക്ക് നീന്താൻ അറിയാം. അപ്പോൾ എന്നിട്ട് ഇയാൾ അടുത്ത ഫ്രണ്ടിനെ വിളിച്ച് ഒന്ന് കാണിച്ചു, നോക്കണം എൻ്റെ പട്ടി വെള്ളത്തിലൂടെ എന്തോ നോക്കി, നീ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വിശ്വസം ഫ്രണ്ടാണ്. അവിടെ അപ്പുറത്ത് ഒരു ബോളോ വിട്ടുകൊണ്ട് വെച്ചിട്ട് പട്ടി ഇങ്ങനെ ഓർഡർ ചെയ്ത് അത് പോയി എടുത്തോണ്ടായിരുന്നു. ഈ പട്ടിയെ കുളത്തിൽ കൂടെ അങ്ങറ്റം വരെ നടന്ന് പോയി അതിൻ്റെ കടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് കണ്ട എങ്ങനെയാണ് എൻ്റെ പട്ടി? അതിൻ്റെ അഭിപ്രായം, നിൻ്റെ പട്ടിക്ക് നീന്താ അറിഞ്ഞൂടാ, ഇത്രയും കഷ്ടപ്പെട്ട ഏറ്റവും മറിവ് നിൻ്റെ പട്ടിക്ക് നീന്താ അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അതേ കാണും. ഇത് ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു മേഖലയിൽ 2 ആൽക്കഹോൾ, ഒന്നിൽ ആൽക്കഹോൾ, ഒന്നിൽ പ്യൂർ വാട്ടർ വെച്ചിട്ട് ഈ എടുത്ത് പോകുന്ന മണ്ണിലേക്ക് കൊണ്ടുവരും 2 രൂപ. അപ്പോൾ വെള്ളത്തിലുള്ള നീന്തത്തിൽ ചകല പോയി, മറ്റേത് ആണെങ്കിൽ അപ്പോഴതിന് ചത്തു നിന്ന് താഴെ അറിയിക്കും. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഈ മദ്യപാനത്തെ പറ്റി പഠിപ്പിക്കാൻ കൊണ്ടുവരും, ഇതിൽ എന്ത് മനസ്സിലാക്കി? ആൽക്കഹോൾ ഈസ് വെരി ഗുഡ് ഫോർ കൺസ്യൂമിങ്. കാരണം വയറ്റിലുള്ള എല്ലാ രോഗികളും കീടങ്ങളും ഒക്കെ ചത്തുപോകും. അതുകൊണ്ട് അതാണ് ആ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകത. ഗെറ്റ് ഇൻ ടു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഈ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കോളേജ് കഴിഞ്ഞിട്ടുള്ള നല്ല തരത്തിലുള്ള എഡ്യൂക്കേഷൻ. അത് നോട്ട് ഫ്രം എ സ്കൂൾ ഓർ കോളേജ്. ഇറ്റ് ഈസ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ല വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതിന് വേറെ നല്ലൊരു പേരും കണ്ടു, മോറൽ ആൻഡ് എത്തിക്കൽ ലിറ്ററസി. നമ്മൾ പല ലിറ്ററസി, സാധാരണ ലിറ്ററസി, കമ്പ്യൂട്ടർ ലിറ്ററസി, പിന്നെ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന പോലെ മോറൽ ആൻഡ് എത്തിക്കൽ ലിറ്ററസി അതാണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരക്ടർ. എന്താണ് ക്യാരക്ടർ നമ്മൾ പഠിക്കുന്നത്? ഒരു ഉറച്ച ഒരു നമ്മുടെ തനതായ ഒരു വ്യക്തിത്വത്തിൻ്റെ അതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓണസ്റ്റി, പരമാവധി നല്ല സത്യസന്ധനായിരിക്കും. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതേ പോസിറ്റീവായിട്ട് കഴിയുള്ളൂ. ഇൻറ്റഗ്രിറ്റി, ആർജം, എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാതെ ചെയ്യുക, അതാണ് ഇൻറ്റഗ്രിറ്റി. കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട 6 റിലേഷൻസാണ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റിൽ. പാരൻസും കുട്ടിയും മക്കളും തമ്മിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമ്മിറ്റ്മെൻറ്റാണ് ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. കമ്മിറ്റഡ് ആയിരിക്കും ഫാദർ അല്ലെങ്കിൽ പാരൻസ് മക്കൾക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് പാരൻസിന് വേണ്ടി. അവർക്ക് അത് ആ റിലേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് വേറെ ഒന്നുള്ളൂ. അതുപോലെ ഹസ്ബൻഡിന് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ആ പെരുമാറ്റം. അപ്പോൾ 2 മൂന്നാമത്തെ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചർ കുട്ടികളോട് കമ്മിറ്റഡ് ആയിരിക്കും, കുട്ടികൾ തിരിച്ച് ടീച്ചറോടും കമ്മിറ്റഡ് ആയിരിക്കും. ഇതാണ് നമുക്ക് ഇപ്പം നമ്മൾ സമൂഹം കഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യം. പിന്നെ വേറെ സെയിൽസ്മാൻ ആൻഡ് കസ്റ്റമേഴ്സ്. അത് നമ്മളിപ്പോൾ അറിയാമല്ലോ, ഒരു കടയിൽ ചെന്ന് എങ്ങനെ പറ്റിക്കാമെന്ന് നോക്കും. അപ്പോൾ അവിടെ കമ്മിറ്റ്മെൻറ്റ് വരുന്നില്ല, അതല്ല വരുന്നത്.
നമ്മളെങ്ങനെ എങ്ങനെയെങ്കിലും കാശോ അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ വന്നു കടം വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലും. അപ്പോൾ അതല്ല, നമ്മൾ അവിടെ അങ്ങോട്ടെങ്കിലും കമ്മിറ്റഡ് ആയിരിക്കും. പിന്നെ ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള വളർച്ചയ്ക്കാണ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ നീണ്ടുപോകും. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, 6 മറ്റേത് പറഞ്ഞില്ല. ഇപ്പോൾ 5 പറഞ്ഞല്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള റിലേഷൻസ് എപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കും. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്, കേർട്സി അറിയാം നമ്മുടെ പെരുമാറ്റത്തിലുള്ളതാണ്. പിന്നെ കറേജ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. ഡെവലപ്പ് ഇതെല്ലാം കഴിഞ്ഞാൽ എപ്പോഴും 8ാമത്തെ ഡെവലപ്പ് കോമൺ സെൻസ്. ഈ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിബദ്ധത എന്ന് പറയും, പ്രതിബദ്ധത. കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കോമൺ സെൻസ് നമുക്ക് ഒരു സ്കൂളിലും ഒരു കോളേജിലും കിട്ടുന്ന കാര്യമില്ല. എന്താണ് കോമൺ സെൻസ് വെച്ചാൽ ഇറ്റ് ഈസ് ദ 6th സെൻസ് ഓഫ് എ സക്സസ്ഫുൾ പീപ്പിൾ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സീ തിങ്സ് ആസ് ദേ ആർ ആൻഡ് ഡു ആസ് ദേ ought to be done. കാര്യങ്ങൾ ശരിയായ രീതി കാണാനും ശരിയായ രീതി പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവിനാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതിനൊരു അല്ലാതെ ഒത്തിരി അങ്ങോട്ട് പറയേണ്ട കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റായ ഒരു കഥ പറയാം. ഈ പണ്ട് ഈ പെൻഷൻ വാങ്ങാം, മന്ത്ലി നമ്മുടെ ഇത് പെൻഷൻ, സർവീസ് പെൻഷൻ എന്താണ് വാങ്ങാനായിട്ട് ഒരാൾ ഓരോ 3 മാസം വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് പോകണം. ഒരു കഥയാണ്. അപ്പോൾ ഇയാൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താലേ അടുത്ത പെൻഷൻ ലൈഫ് സർട്ടിഫിക്കറ്റാണ്. നമുക്കറിയാം, ഈ പെൻഷനേഴ്സിനൊക്കെ അറിയാം. നമുക്കിപ്പോൾ ഇയർലി ചെയ്താൽ മതി. അപ്പോൾ ഇയാൾ ഒരു ക്വാർട്ടർ വിട്ടിട്ട് അടുത്ത ക്വാർട്ടർ ചെയ്തു. അപ്പോൾ ആ ക്വാർട്ടറിൻ്റെ സെറ്റ് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് പോയില്ല, ഏപ്രിൽ ടു ജൂൺ അത് കൊടുത്തു. അപ്പോൾ ഇയാൾ ചോദിച്ചു, അപ്പോൾ എനിക്ക് കഴിയുന്നതും കൂടെ വേണം, കാരണം ഇതും കൂടെ കൊടുത്താലേ പെൻഷൻ കിട്ടുള്ളൂ, കാരണം അവിടെ അതെങ്ങനെ ഞാൻ തരും? അതെന്താ നിങ്ങളിപ്പോൾ തന്നു, ഈ ക്വാർട്ടറിൽ തന്നു, കഴിഞ്ഞ ക്വാർട്ടർ ഞാൻ എങ്ങനെ തരും? കഴിഞ്ഞപ്പോൾ ഞാൻ ജീവിച്ചില്ല. അത് ജീവിച്ചത് ശരി, പക്ഷെ അത് ഞാനങ്ങനെ തരും. നിങ്ങൾ ജീവിച്ചതായിരിക്കാം നിങ്ങളെ വെർഷനിൽ, പക്ഷെ എനിക്ക് തരാൻ പറ്റില്ല. ഇപ്പോൾ ഈ പീരീഡിൽ ഇവിടെ വരുന്ന ഒപ്പിട്ടവരൊക്കെ പറ്റും, കഴിഞ്ഞതിന് വന്നില്ല, അത് തരാൻ പറ്റില്ല. അപ്പോൾ അതെൻ്റെ ഡ്യൂട്ടിയല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞൊരു വില്ലേജ് ഓഫീസറോടെന്നാണ്. അപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നവർ ഇത് കൊടുത്താൽ അയാൾക്ക് കിട്ടില്ല. ഇതാണ് നമ്മുടെ ആ കോമൺ സെൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ക്വാർട്ടറിൽ ജീവിച്ചിരിക്കുന്ന ആൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ജീവിച്ചിരുന്നോ എന്ന് ഈ പെൻഷൻ കൊടുക്കുന്നവർക്ക് സംശയം. അപ്പോൾ അത് കോമൺ സെൻസ് ഉണ്ടോ ഇല്ലയോ നമുക്കതിന് അത് മനസ്സിലാക്കാം. ഇനി എന്തോന്നാണ് കോമൺ സെൻസ് വെച്ചാൽ, വിസ്റ്റം, നമ്മൾ കോമൺ സെൻസിന് വിസ്റ്റമൊക്കെ പറയുന്നത്, അതിന് അബണ്ടൻസ് ഓഫ് കോമൺ സെൻസ് ഈസ് കാൾഡ് വിസ്റ്റം. ഈ വിസ്റ്റം എന്ന് പറയുന്നത് വേറെ അങ്ങ് വലിയ പിന്നെ വേദങ്ങളും പഠിച്ച അതേ അങ്ങനെയൊന്നുമല്ല. ഈ കോമൺ സെൻസ് ഇഷ്ടം പോലെ ഉണ്ടായി അതിൻ്റെ ഒരു അക്യുമുലേഷൻ. ആൻഡ് അബണ്ടൻസ് ഓഫ് കോമൺ സെൻസ് ഈസ് കാൾഡ് വിസ്റ്റം. വിസ്റ്റം എന്ന് പറയുന്നത് വിവേകം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊച്ചു കൊച്ചു നോളജ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഇഷ്ടമായി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. നോളജ് ഈസ് പൊട്ടൻഷ്യൽ പവർ ആൻഡ് വിസ്റ്റം ഈസ് റിയൽ പവർ. നോളജ് എന്ന് പറയുന്നത് ഒക്കെ ഉണ്ട്, ശരി, ഇങ്ങനെ അതൊക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. വിസ്റ്റം എന്ന് പറഞ്ഞാൽ റിയൽ പവർ. ഇതിൽ യഥാർത്ഥത്തിലുള്ള പവർ എന്ന് പറയുന്നത് അത് ഈ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴത്തേക്കാണ്. അത് 9ാമത്താണ് ക്ലോസ് അസോസിയേഷൻ വിത്ത് പോസിറ്റീവ് മൈൻഡഡ് പീപ്പിൾ. അപ്പോൾ പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് ആളുകളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതിന് ഓപ്പോസിറ്റാണ് അടുത്തത് സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടുകൂടിയാൽ അത് നമ്മൾ അതുമായിട്ട് മാറുന്നതാണ്. അത് ഡോൺ ലെറ്റ് നെഗറ്റീവ് പീപ്പിൾ ഡ്രാഗ് യു നിങ്ങളെ നെഗറ്റീവ് പീപ്പിൾ നിങ്ങൾ താഴോട്ട് വലിക്കാതെ നിങ്ങളെ പോസിറ്റീവ് ആയിട്ട് ആളുകളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. ഇവിടെ ഒരു നല്ലൊരു കൊട്ടേഷൻ, എ പേഴ്സൺസ് ക്യാരക്ടർ ഈസ് ജഡ്ജ് നോട്ട് ഓൺലി ബൈ ദ കമ്പനി ഹി കീപ്സ് ബട്ട് ആൾസോ ബൈ ദ കമ്പനി ഹി അവോയ്ഡ്സ്. നമുക്ക് 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ടെന്ന് വെക്കും. ഇപ്പം നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ്, വേറെ ഇപ്പോൾ ഇവിടെ കുറച്ച് ഈ മാഫിയ ആയിട്ടുള്ള ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയുടെ 2 ഗ്രൂപ്പുണ്ട്. അപ്പം നമ്മൾ ഏത് ഗ്രൂപ്പിനായിട്ട് നിൽക്കുന്നു എന്നത് മാത്രമല്ല, ഏത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു അതും നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡിനും ബിഹേവിയറിനും സ്വാധീനിക്കുന്നു. നമ്മൾ പോസിറ്റീവായിട്ട് മിങ്കിൾ ചെയ്യുക, മറ്റേന് അവോയ്ഡ് ചെയ്യുക. ഇത് ഷാർപ്പൻ യുവർ ആക്ട്സ് ഓഫ് നോളജ് ആൻഡ് അപ്ഡേറ്റ് യുവർ സ്കിൽസ്. നമ്മുടെ സ്കില്ലും നോളജും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഇന്നും ചിലപ്പോൾ 30 കൊല്ലം മുമ്പുള്ള ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിച്ചാൽ ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാതെ അതുപോരാ. അതിപ്പോൾ നമ്മൾ കാലത്തിന് ജീവിക്കുക എന്നുള്ളത്. അടുത്ത ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയാണ്, കാര്യം നല്ലത് അല്ലേ, പെട്ടെന്ന് വേണ്ടി. 12ാമത്തെയാണ് ലേൺ ടു ലൈക്ക് ദ തിങ്സ് ദാറ്റ് നീഡ് ടു ബി ഡൺ ഇറസ്പെക്റ്റീവ് ഓഫ് യു ലൈക്ക് ഓർ നോട്ട്. നമുക്ക് ചില ഡ്യൂട്ടീസ്, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ചില കാര്യം ചെയ്തേ പറ്റൂ. ഇപ്പോൾ അമ്മമാരെ കുട്ടികളെ വളർത്തുന്ന അവരെ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന ശീലം, ബുക്കുകൾ അതൊക്കെ വായിക്കുന്നത്, അത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അത് ചെയ്തേ പറ്റും. അപ്പോൾ അത് എനിക്കത് ഇഷ്ടമില്ല, ആ കുട്ടി അത് നിങ്ങൾ ആരെങ്കിലും വളർത്തും എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് വായന പിടിക്കില്ല.
അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റും, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളതല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് ചെയ്യുക. അത് വേറെ ഒരു വേ ആണ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് സംതിങ് പോസിറ്റീവ്. അതായത് ചിലപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ നല്ലൊരു ഒരു 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 ന്യൂസ് കാണാൻ, നല്ലൊരു പാട്ട് കേൾക്കുക, നല്ലൊരു എന്തെങ്കിലും ഒരു കൊട്ടേഷൻ കേൾക്കുക, നമ്മൾ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്താൽ ആ ദിവസം നല്ലതായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ മാത്രം കീഴിലല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ ഉണ്ടായാൽ ചിലപ്പോൾ നല്ല ഒരു അനുഭവമായിരിക്കും. നമ്മൾ ഈ കണി കാണുമെന്നൊക്കെ പറയും പോലെ. അടുത്തത്, കണ്ടിന്യൂസ് എഫേർട്സ് ടു പോസിറ്റീവ് തോട്ട്സ് ബിഹേവിയർ അൺടിൽ ദേ ബിക്കം ഹാബിറ്റ്സ്. അത് കുറച്ച് മനഃപൂർവ്വം വളർത്തിയെടുക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ബിഹേവിയർ മെന്റൽ പ്രോസസ് അത് വളർത്തിയെടുക്കാനും അൺടിൽ ദേ ബിക്കം ഹാബിറ്റ്, നമ്മുടെ ശീലമാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക, അതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതൊരു ശീലമാകുന്നവരെ അതിൻ്റെ പിന്നാലെ പോവുക. ഇത് നമ്മൾ ഈ മാനസികമായിട്ട് പ്രശ്നങ്ങൾ പറയുന്നത് കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അത് കുറേ തരത്തിലുള്ള അസുഖങ്ങളും ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട CBT എന്ന് പറയും, അത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന്. അത് ഈ നേരത്തെ പറഞ്ഞ വാട്സൺ ജെയിംസ് അവരുടെ കണ്ടുപിടുത്തമാണ് ഈ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. കുറേ ഉണ്ട്, അത് പ്രധാനപ്പെട്ട ഇതാണ്. മിക്കതിനും കൊടുക്കുന്ന ഒരു, നമ്മൾ പനിക്ക് വന്ന പാരസെറ്റമോൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവായിട്ടുള്ള ആളാണ് പല കുഴപ്പങ്ങളും കാണിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ആ ചിന്താഗതിയൊക്കെ ചോദിച്ചിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഇത് അത്ര ശരിയല്ല, അതിനെ മാറ്റി ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ ചിന്തിക്കണം, അതിങ്ങനെ പ്രവർത്തിക്കും, അങ്ങനെ പറഞ്ഞ് അതൊരു ഹാബിറ്റാക്കി എടുക്കും. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ കൗൺസിലകത്ത് പോയിട്ട് ഇവിടെ നമ്മൾ സ്വയം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കാൻ സാധിച്ചാലോ അല്ലെങ്കിൽ ആരുടെ ഹെൽപ്പോട് കൂടി സപ്പോർട്ട് കൂടി ചെയ്യാൻ സാധിച്ചാലോ അത് പോസിറ്റീവായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനും പോസിറ്റീവായിട്ട് മാറാനും സാധിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ് ബിൽഡ് എ പോസിറ്റീവ് സെൽഫ് എസ്റ്റീം. പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം. ആ സെൽഫ് എസ്റ്റീം കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞാൽ അത് ആവുള്ളൂ. ഞാനിപ്പം എന്തോന്നാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം ഇസ് ദ വേ വി ഫീൽ അബൌട്ട് അവർ സെൽഫ്. നമുക്ക് നമ്മളെപ്പറ്റി തോന്നുന്ന മതിപ്പ്, അതാണ് സെൽഫ് എസ്റ്റീം. ആണോ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. വെൻ വി ഫീൽ ഗുഡ് വിതിൻ അവർ പെർഫോമൻസ് ഗോസ് അപ്പ്. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലത് തോന്നുമ്പോഴേക്കും നമ്മുടെ പെർഫോമൻസ് നല്ലതാണ്. ആൻഡ് അവർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ്സ് ബോത്ത് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് ഹോം. നമ്മുടെ ആ തരത്തിൽ നമ്മുടെ വീട്ടിലായാലും പുറത്തായിരുന്നാലും നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമ്മളെ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പും വർക്ക് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരും. വൺ വേ ഈസ് ടു ഡു സംതിങ് ടു ദോസ് ഹൂ കനോട്ട് റീപേ യു ഇൻ ക്യാഷ് ഓർ ടൈം. അതിൻ്റെ ഒരു മാർഗ്ഗം ഇതാണ്. ഈ ജോലിയൊന്നും അല്ലാതെ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും കണ്ടു, നമ്മൾ അയാളെ പെട്ടെന്ന് സഹായിക്കാം. അപ്പോൾ അയാൾ ഇത് കഴിഞ്ഞ് വന്നാലും നമ്മളെ തിരിച്ച് സഹായിക്കാൻ പറ്റാതെ നമ്മൾ ആരെന്ന് പോലും അറിയാത്ത ഒരാൾ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു ഉപകാരം, അതാണ് മനുഷ്യർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് ആശുപത്രി നമ്മുടെ നാട്ടിൽ അടുത്തെടുത്തേന് അവർക്ക് മാത്രം കേൾപ്പില്ല, നമ്മൾ പെട്ടെന്ന് വണ്ടി ഇടുകയോ അവരെ കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാൾ നാളെ തിരിച്ച് തരുമെന്നുള്ള പ്രതീക്ഷയില്ല. അങ്ങനെ വേറൊരാളിന് വേണ്ടി നമ്മളൊരു ഒരു സന്തോഷകരമായ കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാവും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും. നാഗരേഷ് കഴിഞ്ഞ സന്തോഷത്തിൻ്റെ ഇത് പറഞ്ഞു, ഹാപ്പിനെസ് പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞു ആ ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷം ചെയ്യുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഞാനത് വളരെ സ്പീഡ് ആയിട്ട് പറഞ്ഞു പോയി. ഇനി ലാസ്റ്റ് എൻ്റെ കൺക്ലൂഷൻ ഇവിടെ പറയാം. നെപ്പോളിയൻ ഹിൽ പറഞ്ഞിരിക്കുന്നത്, വാട്ട് എവർ ദ മൈൻഡ് ഓഫ് എ മാൻ കൺസീവ് ആൻഡ് ബിലീവ് ദ മൈൻഡ് ക്യാൻ അച്ചീവ് എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഏതോ വില്യം ജെയിംസ് പറഞ്ഞത് നമുക്ക് എന്തോ മാറ്റിയെടുക്കാം. നമ്മൾ എൻ്റെ തലമുറ കണ്ടുപിടിച്ച ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് മനുഷ്യന് അവരുടെ ചിന്തകളെ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെയാണ് അതിൻ്റെ ഒരു മറുഭാഗമാണ്. വാട്ട് എവർ ദ മൈൻഡ് ഓഫ് എ മാൻ കൺസീവ് ആൻഡ് ബിലീവ്. നമ്മൾ എന്താണ് സ്ട്രോങ് ആയിട്ട് കൺസീവ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു, വിശ്വസിക്കുന്നു, ദാറ്റ് ദ മൈൻഡ് ക്യാൻ അച്ചീവ്. അത് നമ്മുടെ മനസ്സിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ നെഗറ്റീവായുള്ള കാരണങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ട് മാറുന്നില്ല അതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു നമ്മുടെ മനസ്സിന് കൺസീവ് ചെയ്യാനും ബിലീവ് ചെയ്യാനും സാധിക്കും. നമ്മൾ ബിലീവ് ഇങ്ങനെ വേണം എന്ന് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ അച്ചീവ് ഇറ്റ്, നമുക്കത് നേടാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ജന്മനായോ അല്ലെങ്കിൽ പറഞ്ഞ 3 ഇയും സിയും കൊണ്ട് കിട്ടിയതാണ്, അത് മാറ്റാൻ പാടാണ് എന്നൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ആർക്കും സാധിക്കും എന്നുള്ളതാണ് നെപ്പോളിയൻ ഹിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളോ ആകാം അടുത്തതായിട്ട്. താങ്ക് യു.